ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഭൂമി സനാതയാണ്. ഈ കവിത എഴുതിയത് വയലാർ രാമവർമ്മ. ഭൂമി സനാതയാണ്. ഈ കവിത എഴുതിയതാരാണ്? വയലാർ രാമവർമ്മ. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണ് തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഈ കവിത ആരെഴുതിയാന്ന് ചിലപ്പോൾ ഇതിൻ്റെ വരികൾ തന്നിട്ട് ചോദിക്കും. ആരാണ്? വയലാർ രാമവർമ്മ. അടുത്തൊരു ചോദ്യം, ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി അറിയപ്പെടുന്നത് ജിയോയിഡ്. ഇപ്പോൾ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. ഇനി ജിയോയിഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ്? ദ ഷേപ്പ് ഓഫ് എർത്ത് എന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് അക്ഷാംശ രേഖകൾ അഥവാ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ നിന്ന് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടാണ് അക്ഷാംശ രേഖകൾ ഉള്ളത്. ഇത് സാങ്കല്പിക രേഖകളാണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകളെ സംബന്ധിച്ച് പ്രസ്താവനാ തരത്തിലും ചോദ്യങ്ങൾ വരാം. ഓർമ്മിച്ചു വെക്കുക, 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത്. 0 ഡിഗ്രി അക്ഷാംശ വൃത്തത്തിൽ നിന്ന് ധ്രുവപ്രദേശത്തിലേക്ക്, അതായത് ഈ ചിത്രത്തിൽ 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി സൗത്ത് ഒക്കെ കണ്ടില്ലേ, അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. അക്ഷാംശ രേഖാംശ രേഖകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഈ വീഡിയോടൊപ്പം അതും കൂടെ കണ്ടാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഇനി ഇവിടെ ഓർമ്മിച്ച് വെക്കുക, 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ് കേട്ടോ. 0 ഡിഗ്രി ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഇനി 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി സൗത്തും ഉണ്ട്. 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവവും 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവവുമാണ്. ഭൂമിയെ 2 തുല്യ അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നത് ഭൂമധ്യരേഖ അഥവാ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. 0 ഡിഗ്രിക്ക് മുകളിലുള്ളത് ഉത്തരാർദ്ധഗോളവും 0 ഡിഗ്രിക്ക് താഴെയുള്ളത് ദക്ഷിണാർദ്ധഗോളവുമാണ്. ഇവിടുന്ന് ഒരു ചോദ്യം വരാം, ഭൂമിയെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? അത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ഭൂമധ്യരേഖ. ഇവിടെ ഭൂമിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പം ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഈ റെഡ് കളർ ലൈനാണ്. ഇതിന് മുകളിലുള്ളത് ഉത്തരാർദ്ധഗോളം, താഴെയുള്ളത് ദക്ഷിണാർദ്ധഗോളം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ, 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾ അത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ ഏഷ്യ വരും, വടക്കേ അമേരിക്ക, യൂറോപ്പും വരും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇനി 2 അർദ്ധഗോളങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ആഫ്രിക്കയും തെക്കേ അമേരിക്കയുമാണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങളെന്നും ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങളെന്നും അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവവും 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവവുമാണ്. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ച അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ ഭൂമിയുടെ അച്ചുതണ്ടാണ് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ആധാരം. ഈ ഭാഗത്ത് നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിവുണ്ട്? 23.5 ഡിഗ്രി ചെരിവ്. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ഓരോ ലാറ്റിറ്റ്യൂഡിനും ഓരോ പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായന രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് PSC ചോദിക്കാറുണ്ട്. അത് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ.
അടുത്തത് 66.5 വടക്ക് അക്ഷാംശം, അത് ആർട്ടിക് വൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ 90 നോർത്ത് വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ഉത്തര ധ്രുവം എന്ന പേരിലാണ്. അതുപോലെ തന്നെ ഭൂമധ്യരേഖയ്ക്ക് താഴെ 23.5 തെക്ക് ദക്ഷിണായന രേഖ എന്നും 66.5 തെക്ക് അന്റാർട്ടിക് വൃത്തം എന്നും അറിയപ്പെടുന്നു. 90 തെക്ക് അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവം എന്നാണ്. ഈ ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ, ഗാബോൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, കെനിയ, സൊമാലിയ, ഇന്തോനേഷ്യ. ഇതൊക്കെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് പേര് സ്വീകരിച്ച രാജ്യമാണ് ഇക്വഡോർ. ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി ചോദിച്ചാൽ അത് കോങ്കോ നദിയാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ചെന്നൈ. അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ബ്രസീലാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ 3 രേഖകളും കടന്നു പോകുന്ന ഭൂഖണ്ഡം അത് ആഫ്രിക്കയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് പരിക്രമണ തലത്തിൻ്റെ ലംബതലത്തിൽ നിന്ന് 23.5 അതുപോലെ ഭ്രമണതലത്തിൽ നിന്ന് 66.5 അതിൻ്റെ ചെരിവ് വരുന്നത്. പിന്നെ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഈ ടേബിളും കൂടെ ഒന്ന് നോക്കുക. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് രേഖാംശ രേഖകൾ, ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. സമയം കണക്കാക്കുന്നത് രേഖാംശ രേഖകളെ ആസ്പദമാക്കിയാണ്. ആകെ 360 രേഖാംശ രേഖകളാണ് ഉള്ളത്. 0° എന്ന് പറയുന്നത് മധ്യരേഖ അക്ഷാംശത്തിൽ നിന്ന് 180 കിഴക്കോട്ടും 180 പടിഞ്ഞാറോട്ടുമാണ് രേഖാംശ രേഖകൾ ഉള്ളത്. 0° രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ അഥവാ ഗ്രീനിച്ച് രേഖ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അടുത്തടുത്തുള്ള 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയിലാണ്. അതുപോലെ ധ്രുവപ്രദേശത്ത് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം 0 അടുത്തടുത്ത രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം 4 മിനിറ്റാണ്. അതായത് ഭൂമി 4 മിനിറ്റിനുള്ളിൽ 1 ഡിഗ്രി കറങ്ങും. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ 15 ഡിഗ്രി കറങ്ങും. 15 × 4 എത്രയാണ്? 60. അതായത് 1 മണിക്കൂർ. ഓരോ രാജ്യത്തിലൂടെയും കടന്നു പോകുന്ന രേഖാംശ രേഖകളെ ആസ്പദമാക്കിയാണ് ആ രാജ്യത്തെ സമയം നമ്മൾ നിർണ്ണയിക്കുന്നത്. കിഴക്കൻ രേഖാംശ രേഖകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ സമയം കൂടി കൂടി വരികയും പടിഞ്ഞാറ് ഭാഗത്തോട്ട് സഞ്ചരിക്കുമ്പോൾ സമയം കുറഞ്ഞു വരികയും ചെയ്യും. ഭൂമിയെ പടിഞ്ഞാറേ അർദ്ധഗോളം, കിഴക്കേ അർദ്ധഗോളം എന്നിങ്ങനെ 2ആയി വിഭജിക്കുന്ന രേഖയാണ് ഗ്രീനിച്ച് മീൻ ടൈം അഥവാ 0° രേഖാംശ രേഖ. പ്രൈം മെറിഡിയൻ, ഇൻ്റർനാഷണൽ മെറിഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. ഈ അടുത്ത ഒരു PSCക്ക് ചോദിച്ച ചോദ്യമാണ് ഏത് നഗരത്തിലൂടെയാണ് ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നതെന്ന്. ലണ്ടനിലെ ഗ്രീനിച്ച് പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഗ്രീനിച്ച് നഗരത്തിലൂടെയാണ് 0° രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലോക സമയം നിർണ്ണയിക്കുന്നത്. ഗ്രീനിച്ച് രേഖയ്ക്ക് പടിഞ്ഞാറുള്ള സ്ഥലങ്ങൾ പാശ്ചാത്യം വെസ്റ്റ് എന്നും കിഴക്കുള്ള സ്ഥലങ്ങൾ പൗരസ്ത്യം കിഴക്കെന്നും അറിയപ്പെടുന്നു. ഈ ചിത്രത്തിൽ ഒരു രേഖ വളഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് 0° രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖ, അതായത് 180° രേഖാംശ രേഖ. ഈ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നത്. ഓർമ്മിച്ചു വെക്കണം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ബെറിക് കടലിടുക്കാണ്. പിന്നെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന ദ്വീപുകൾ ചോദിച്ചാൽ അത് ഫിജി, ടോങ്ക ഒക്കെയാണ്. റഷ്യയിലെ അടുത്തുള്ള 2 സ്ഥലങ്ങൾ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ റഷ്യയുടെ ഒരു വശത്തു കൂടി വളച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര രേഖ നേർരേഖയല്ല എന്ന് പറയാൻ കാരണം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് പടിഞ്ഞാറ് അർദ്ധഗോളത്തിലും കിഴക്കേ അർദ്ധഗോളത്തിലും പെട്ട രാജ്യങ്ങൾ. ഇന്ത്യ എന്ന് പറയുന്നത് കിഴക്കൻ അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ ഐക്യനാടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ. ബ്രസീലോ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ് ഉൾപ്പെടുന്നത്. ഇന്തോനേഷ്യ കിഴക്ക് അർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നു.
മുന്നോട്ട് PSC ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക. അതിനെ വിളിക്കുന്ന പേര് ഗ്രാറ്റിക്കൂൾ എന്നാണ്. ഗ്രാറ്റിക്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രേഖാംശ രേഖയാണ് ഒരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാനക രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ്. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് 97 ഡിഗ്രി 25 മിനിറ്റ് പൂർവ്വ രേഖാംശത്തിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അടുത്തത് നമുക്ക് ഭൂപ്രക്ഷേപങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. മാപ്പ് പ്രൊജക്ഷനെ കുറിച്ച്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇപ്പോൾ മാപ്പ് നിർമ്മിക്കാൻ നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകളെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രാറ്റിക്കൂൾ ആണെന്ന്. അപ്പോൾ ഇതിനൊരു പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. മാപ്പ് പ്രൊജക്ഷൻസ്. 3 രീതിയിലുള്ള മാപ്പ് പ്രൊജക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാമത്തത് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഒരു ഗ്ലോബിനെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു പ്രതലത്തിലേക്ക് പകർത്തുന്നതിനെയാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപം ഏതാണ്? അതേതാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപമാണ്. സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രൊജക്ഷൻ മെത്തേഡാണ് ശീർഷതല പ്രക്ഷേപം. ശീർഷതല പ്രക്ഷേപം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പരന്ന പ്രതലത്തിലേക്ക് ധ്രുവപ്രദേശങ്ങളുടെ ഭൂസവിശേഷതകൾ പകർത്താനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യം, ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്താൻ ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശീർഷതല പ്രക്ഷേപമാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സെനിത്തൽ പ്രൊജക്ഷൻ. അടുത്തത് കോണിക്കൽ പ്രക്ഷേപം. കോണിക്കൽ പ്രക്ഷേപം നമ്മൾ ഉപയോഗിക്കുന്നത് മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഒരു കോണിക്കലായിട്ട് നമ്മൾ മാപ്പിനെ പകർത്തുന്നതിനെയാണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന ഭാഗത്ത് ജപ്പാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളുടെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അത് മാപ്പ് വെച്ചിട്ട് കണ്ടെത്തുക. വേൾഡ് മാപ്പ് ഉപയോഗിച്ചിട്ട് ഈ തന്നിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളങ്ങളിലാണ് വരുന്നതെന്നുള്ളത് കണ്ടെത്തണം. ഈ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തണം. അതോടുകൂടി ഈ ചാപ്റ്ററിലെ ഏകദേശം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്